ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഓട്ടോകാഡിൻ്റെ ബേസിക് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാം ഭാഗമായ ഈ വീഡിയോയിൽ നാം ഇന്ന് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓട്ടോകാഡിൻ്റെ ഈ ഓപ്പണിംഗ് വിൻഡോയിലെ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുന്നു. ടെംപ്ലേറ്റ് അക്കാഡ് ISO DWT. ഈ ടെംപ്ലേറ്റിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഗ്രിഡ് മോഡ് ഞാൻ ഓണാക്കുന്നു, ഓർത്തോ മോഡും ഓണാക്കുന്നു. ഇനി നാം നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ എക്സ് ആക്സിസാണ് ഈ ചുവന്ന ലൈൻ കാണുന്നത്. എക്സ് ആക്സിസിൻ്റെ 0.0 ആണ് ഈ കാണുന്നത്, ഇവിടെ കാണുന്നത്. വൈ ആക്സിസിന്റെ 0 പോയിന്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ചേരുന്ന 0,0 ആ പോയിന്റാണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് UCS അയക്കണതൊരു തടസ്സമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ UCS അയക്കണേ നമുക്ക് ഈ കോർണറിലേക്ക് കൊണ്ടുപോയി വെക്കാം. അതായത് നോ ഒറിജിനൽ. ഇപ്പൊ ഒറിജിനലാണ് UCS അയക്കേണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് UCS അയക്കണമെന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം ഇപ്പോൾ ഒറിജിനലാണ് ഇരിക്കുന്നത്, നമുക്ക് നോ ഒറിജിൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഒറിജിനിൽ നിന്ന് മാറിയിരിക്കും. എന്നാലും 0,0 നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റിലേക്ക് ആരംഭിച്ച് ഒരു ലൈൻ വരയ്ക്കാൻ പോകുന്നു. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക. ഇവിടുന്ന് ലൈൻ കമാൻഡ് ഇവിടുന്ന് എടുക്കുക. അല്ലെങ്കിൽ L ആണ് ഷോർട്ട് കട്ട്. L എൻ്റർ ചെയ്താൽ മതിയാവും. ശേഷം നമ്മൾ 0,0 എന്ന് ടൈപ്പ് ചെയ്യുക. 0 എക്സ് ആക്സിസ് ആൻഡ് 0 വൈ ആക്സിസ്. 0,0 എൻ്റർ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് അവിടെ നിന്നാണ് നമുക്ക് ഇത് ആരംഭിച്ചിരിക്കുന്നത്, ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ് ആക്സിസിൽ നിന്നാണ് ആരംഭിച്ചേക്കുന്നത്, കോർഡിനേറ്റ് അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ നിന്ന്. ഇനി നമ്മൾ ഇതിൽ നിന്ന് അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ തന്നെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൽ X 500 Y 0 ആയിരിക്കുന്ന അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ ഒരു ലൈൻ വയ്ക്കുന്നു. അപ്പോൾ X 500. ഇനി 500,0. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ചിരുന്നു. 500 യൂണിറ്റ് എക്സും 0 യൂണിറ്റ് വൈയും. ഇനി എൻ്റർ ചെയ്യുക, ക്ലോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്താൽ മതി. ഇനിയും നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈൻ ഇനി എൻ്റർ ചെയ്താൽ മതിയാവും. കാരണം പ്രീവിയസ് കമാൻഡ് ലൈൻ കിടക്കുന്നത് എൻ്റർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് കമാൻഡ് ആവും. അപ്പോൾ എൻ്റർ അടിക്കുക. ഇനി നമ്മൾ 0,0 ആരംഭിക്കുക ലൈൻ. ഇനി നമുക്ക് അടുത്ത അബ്സല്യൂട്ട് കോർഡിനേറ്റിലേക്ക് നമുക്ക് ഒരു ലൈൻ എടുക്കേണ്ടത്, അബ്സല്യൂട്ട് കോർഡിനേറ്റ് അനുസരിച്ച് ഒരു ലൈൻ വരക്കേണ്ടത് നമുക്ക് Y ആക്സിസ് 500 X ആക്സിസ് 0 ആണ് ആയിട്ടുള്ള ഒരു ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ നമുക്ക് X0, X ആണ് ആദ്യം വരുന്നത്, 0,500 എൻ്റർ. ഇപ്പോൾ നമുക്ക് 0x 500 വൈയുമുള്ള ഒരു ലൈൻ വന്നു ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. ഇനി നമുക്ക് 500x 500 വൈയും വേണമെങ്കിൽ ഈ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വരക്കണമെങ്കിൽ നമുക്ക് അത് ഇവിടെ വരും, ഈ ഭാഗത്ത് വരും, രണ്ടിൻ്റെ ഈ ഭാഗത്ത് വരും. കാരണം ഈ കോർണറിൽ വരും ഇത്. അപ്പോൾ നമുക്ക് വെക്കാം. ഇനിയും എൻ്റർ അടിക്കുക ലൈനിന് വേണ്ടി.
0,0 നിന്ന് ആരംഭിക്കുക. ശേഷം 500, 500 500 എക്സ്, പിന്നെ 500 വൈ. ഇനി എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ കോർഡിനേറ്റ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ 3 ലൈൻസ് വരച്ചു കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് വേറെ ഈ നമ്മുടെ ഈ 0,0 എന്നുള്ള ആ കോർഡിനേറ്റ് പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് ഇത് തൽക്കാലം മാറ്റാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുക. ശേഷം ഈ മൂവ് കമാൻഡ് എടുക്കാം. മൂവ് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം മൂവ് കമാൻഡ് എടുക്കാം തൽക്കാലം ഇത് മാറ്റാൻ വേണ്ടി. ശേഷം ഇവിടെ ഒന്നിനും ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ബേസ്മെന്റിന് വേണ്ടി ഇത് മൂവ് ചെയ്യാനായിട്ട്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങോട്ട്. എന്നിട്ട് സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഈ പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട് 0,0 അതിന് വേണ്ടിയാണ് നമ്മൾ മാറ്റി വെച്ചത്. ഇനി നമ്മൾ അടുത്ത ഈ പോളാർ കോർഡിനേറ്റ് കഴിഞ്ഞാൽ റിലേറ്റീവ് കോർഡിനേറ്റ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് കഴിഞ്ഞാൽ റിലേറ്റീവ് കോർഡിനേറ്റ്, പോളാർ കോർഡിനേറ്റ്, ഇങ്ങനെയുള്ള കോർഡിനേറ്റുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ തന്നെ അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ ഇവിടെ നിന്ന് ആരംഭിക്കാം. ശേഷം റിലേറ്റീവ് കോർഡിനേറ്റ് ഇങ്ങോട്ടൊരു ലൈൻ വെക്കും. നമ്മളിപ്പോൾ ഒരു ഒരു ഹൗസിന്റെ ഫ്രണ്ട് പോർഷൻ രീതിയിലാണ് നമ്മൾ ഈ ലൈൻസ് വരക്കാൻ പോകുന്നത്. അതിലൂടെ നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഈ 3 കോർഡിനേറ്റ്സും നമുക്ക് പഠിക്കാൻ പറ്റും. കോർഡിനേറ്റ് സിസ്റ്റവും പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വരക്കുന്നത് ഇതുപോലെ തന്നെ ലൈൻ കമാൻഡ് ഉണ്ട്. എൻ്റർ അടിച്ചാൽ മതി. ലൈൻ കമാൻഡ് നമുക്ക് എടുക്കാം. മൂവ് കമാൻഡാണ് നമുക്ക് ഇവിടെ ഇടുന്നത്. ലൈൻ കമാൻഡ് എടുക്കുക. അല്ലെങ്കിൽ എൻ്റർ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലൈൻ കമാൻഡ് എടുക്കുക. ശേഷം 0,0 എൻ്റർ ചെയ്യും. ലൈൻ കമാൻഡ് എടുത്തിട്ട് 0,0 എൻ്റർ എഴുതാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ റിലേറ്റീവ് കോർഡിനേറ്റിൽ ഈ ലൈൻ വരക്കാൻ പോകുന്നു. റിലേറ്റീവ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു ദ പ്രീവിയസ് കമാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ പ്രീവിയസ് കമാൻഡ് ഇവിടെയാണ്, ഇത് വെച്ച് നമ്മൾ വരക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ അറ്റാണ്. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അറ്റ് ആദ്യം ടൈപ്പ് ചെയ്യുക. അപ്പോൾ റിലേറ്റീവ് കോർഡിനേറ്റിന് വേണ്ടി അറ്റാണ് ആദ്യം വേണ്ടത്. ഇനി നമുക്ക് എക്സ് എത്രയാണ്, വൈ എത്രയാണെന്ന് അടയാളപ്പെടുത്തണം. എക്സ് 500 ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പം 500, വൈ 0 ആണ്. 0 എൻ്റർ. അപ്പോൾ 500 എക്സും 0 വൈയുമായിട്ടുള്ള നമ്മൾ ശരിക്കും ഒരു റിലേറ്റീവ് കോർഡിനേറ്റ് അനുസരിച്ചുള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് അതിൻ്റെ ബേസായിട്ട് തീരുമാനിക്കാം. ഒരു ഹോമിൻ്റെ ബേസ്, ഒരു ഫ്രണ്ട് പോർഷൻ എന്നുള്ള രീതിയിലാണ്, ശരിക്കും ഉള്ളതല്ല. ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ചേരുന്നു. ഇനി ഇങ്ങോട്ട് നമ്മൾ പോളാർ കോർഡിനേറ്റിലാണ് ഈ ലൈൻ വരക്കാൻ പോകുന്നത്. പോളാർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആംഗിൾ വിത്ത് ലെങ്ത് ആണ്. ആംഗിൾ വിത്ത് ലെങ്ത്. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വാൾ ആണ് വരക്കേണ്ടത്. അപ്പോൾ അത് ശരിക്കും 90 ഡിഗ്രിയിലായിരിക്കും അങ്ങനെയുള്ള വാൾ ശരിക്കും ഒരു വീടിനാകുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആംഗിളാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ആംഗിളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാബാണ്. ടാബ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ആംഗിളിൻ്റെ സിമ്പലാണ് ടാബ്. ശേഷം നമ്മൾ എത്രയാണ് ആംഗിൾ എന്ന് നമുക്ക് അടയാളപ്പെടുത്തണം. എത്രയാണ്? നമുക്ക് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ 90. പിന്നെയും നമ്മൾ ടാബ് അമർത്തുക. അപ്പോൾ 90 ഡിഗ്രിയിലുള്ള ഒരു ലൈനാണ്. ഇനി ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്താം. ലെങ്ത് നമുക്ക് ഇതിന് 250 നമുക്ക് അടയാളപ്പെടുത്താം. 250 എൻ്റർ ചെയ്യാം. 250 എൻ്റർ. അപ്പോൾ 250 യൂണിറ്റിലുള്ള 90 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു പോളാർ കോർഡിനേറ്റ് അനുസരിച്ച്. ഇനി നമുക്ക് ഇങ്ങോട്ടും പോളാർ കോർഡിനേറ്റ് അനുസരിച്ച് ഒരു ലൈൻ, അത് റൂഫ് ടൈപ്പ്.
വരക്കാനായിട്ടാണ്. അതിൻ്റെ ഒരു ഹോമിൻ്റെ ഫ്രണ്ട് പോർഷനിൽ റൂഫ് കാണുന്ന രീതിയിൽ നമുക്ക് വരക്കാം. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണെന്ന് നോക്കാം. അതായത് ആംഗിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോളാർ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ പ്ലസ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ സീറോ ആണ്, അവിടെ കാണുന്നൊരു സീറോ. ഇത്രയും 90 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് നമുക്ക് 45 ഡിഗ്രി കൂടി വേണം, എന്നാലും ഇങ്ങനെ ഈ ഒരു ചരിവ് സ്ലോപ്പ് വരുള്ളൂ. അപ്പൊ 90 + 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 135ആണ്. അപ്പൊ ടാബ് അമർത്തി 135 ടൈപ്പ് ചെയ്യുക. ടാബിന് വേണ്ടി ആംഗിളിന് വേണ്ടി ടാബ് അമർത്തി കഴിഞ്ഞിട്ട് 135 പിന്നെയും ടാബ് അമർത്തുക. അപ്പൊ 135 ആംഗിളിലുള്ള ഒരു ലൈനാണ് ഈ പോകുന്നത്. നമുക്കിനി ലെങ്ത് അടയാളപ്പെടുത്തിയാൽ മതിയാവും. ലെങ്ത് ഇതിന് നമുക്ക് 300 കൊടുക്കാം. 300. ഇനി എൻ്റർ ചെയ്യുക. ഇപ്പൊ ഇങ്ങനെയുള്ള ഇനി ഒരു എൻ്റർ കൂടി കൊടുത്താൽ നമുക്കിത് ക്ലോസ് ചെയ്യാം, നമ്മൾ വരച്ചത്. അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ എൻ്റർ അടിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് 0,0 ലൈൻ മാറ്റാം. ലൈൻ ഓൾറെഡി ഉണ്ട്, അത് പ്രസന്റ് ആക്കാം. അപ്പൊ പ്രസന്റ് കമാൻഡ് ആക്കാം. പ്രീവിയസ് കമാൻഡ് ലൈനാണ്. അപ്പൊ എൻ്റർ അടിച്ചാൽ മതി. എൻ്റർ അടിക്കുക. അപ്പൊ ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ കമാൻഡ് ഡീറ്റെയിൽ വന്നു കഴിഞ്ഞു. നമ്മൾ 0,0 തന്നെ കൊടുക്കുക. 0,0 എൻ്റർ. അപ്പൊ അവിടെ നിന്ന് ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ നമുക്ക് ഇവിടെ റിലേറ്റീവ് കോർഡിനേറ്റ് കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ ശരിക്കും പോളാർ കോർഡിനേറ്റ് ആണ് ഈ ലൈൻ കൊടുത്തത്. ഇവിടെ റിലേറ്റീവ് കോർഡിനേറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അറ്റാണ് അതിന്റെ സിമ്പിൾ. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അറ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇനി നമുക്ക് ഇൻ റിലേഷൻ ടു ദിസ് പോയിന്റ് 0,0 ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണ്, അതിൽ നിന്ന് എക്സ് നമുക്ക് 0 ആയിരിക്കണം. എക്സ് ഇങ്ങോട്ട് വേണ്ട, നമുക്ക് y ആണ് വേണ്ട. അപ്പൊ എക്സ് ഇതിന് വേണ്ടി 0, പിന്നെ y എത്രയാണ്, ഈ 250 തന്നെയാണ് വേണ്ടത്. അപ്പൊ y 250 എൻ്റർ ചെയ്യാം. അപ്പൊ നമുക്ക് അത് ശരിക്കും റിലേറ്റീവ് കോർഡിനേറ്റിൽ നമ്മൾ ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് പോളാർ കോർഡിനേറ്റിലാണ് വരക്കേണ്ടത്. പോളാർ കോർഡിനേറ്റിൽ എത്രയാണെന്ന് നോക്കാം. ഇത്രയും 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ സ്ലോപ്പ് ഇങ്ങനെ വരണമെങ്കിൽ അത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ടാബ് അമർത്തി കഴിഞ്ഞിട്ട് 45 ഡിഗ്രി ടാബ് അമർത്തുക. ശേഷം ആംഗിൾ അടയാളപ്പെടുത്തുക 45. പിന്നെയും ടാബ് അമർത്തുക. അപ്പൊ നമുക്കിങ്ങനെ ലെങ്ത് അടയാളപ്പെടുത്താനുള്ള ഒരു രീതി കിട്ടിക്കഴിഞ്ഞു. മുമ്പത്തെ പോലെ തന്നെ നമ്മൾ 300 അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഈ സ്ലോപ്പ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ 300 കൊടുക്കുക. 300 എൻ്റർ. ഇനി നമുക്ക് ഈ ലൈൻ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞൊരു വീടിന്റെ ഫ്രണ്ട് പോർഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ളതല്ല, എന്നാൽ പോലും അതിനുള്ള ആ രൂപത്തിൽ നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും 3 കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു കാര്യം, ഈ 3 ഇങ്ങനെ പഠിച്ചെങ്കിലും നമുക്ക് പോളാർ കോർഡിനേറ്റിനെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. കാരണം ഇത് പോളാർ കോർഡിനേറ്റ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഡയമണ്ട് രൂപമാണ് ഉണ്ടാക്കേണ്ടത്. ഡയമണ്ട് രൂപം അതിനാദ്യം നമുക്ക് അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ തന്നെ ആരംഭിക്കാം. അത് 1000,1000 എക്സും 1000 വൈയിലുള്ള ഒരു പോയിന്റ് അളവെടുത്താൽ നമുക്ക്. അപ്പൊ അതിന് നമുക്ക് എൻ്റർ ചെയ്യാം. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്ന് കാണിക്കുന്നുണ്ട് ലൈൻ. അതിൽ നമുക്ക് 1000 എക്സ് ആൻഡ് 1000 വൈ. അപ്പൊ 1000 എന്ന് പറയുമ്പോൾ 1000, 1000 ഇത്രയാണ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് അനുസരിച്ച് നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഈ ഭാഗം ഇതാണ് അതിന്റെ പോയിന്റ്. 1000,1000 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഇവിടെ. ഇനി നമുക്ക് മുഴുവനും പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഇനി ഈ ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 0 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് 90 ആണ്. നമുക്ക് 45 ഡിഗ്രിയിലാണ് ഈ ഒരു ഡയമണ്ട് രൂപം ഓരോന്നും ആദ്യം വരേണ്ടത്. 45 ഡിഗ്രി ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ടാബ് അമർത്തുക. ആംഗിളിന് വേണ്ടി നേരത്തെ ചെയ്തപോലെ. ശേഷം 45 ടൈപ്പ് ചെയ്യുക. പിന്നെയും ടാബ് അമർത്തുക. അപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അത് നമുക്ക് 500 യൂണിറ്റിലെ ലൈൻ ആയിരിക്കണം. 500 എൻ്റർ ചെയ്യുക. അപ്പോൾ 500 യൂണിറ്റിലെ ലൈൻ നോക്കി. ഇനി ഇങ്ങോട്ടാണ് നമുക്ക് ഒരു ഡയമണ്ട് രൂപമാകുമ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ 0 ആണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഇവിടെ 45 ഡിഗ്രിയാണ്. അപ്പോൾ 90 + 45 135. നേരത്തെ ചെയ്താൽ 135 ഡിഗ്രിയാണ്. അപ്പോൾ ടാബ് അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് 135 ടൈപ്പ് ചെയ്യുക. പിന്നെയും ടാബ് അമർത്തുക. അപ്പം 135 യൂണിറ്റിലുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ ലെങ്ത് നമുക്ക് കൊടുക്കാം. ലെങ്ത് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് 500 യൂണിറ്റ് കൊടുക്കാം. 500 എൻ്റർ. ഇനി ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇവിടെ 150 ഇങ്ങനെ ഇപ്പം നമുക്ക് 150 ആയിട്ടാണ് ഇത് കണക്കാക്കേണ്ടത്. 150 ഡിഗ്രിയിലേക്ക് വന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ 150 ആയിരിക്കും. അപ്പം 150 + 45 എന്ന് പറയുമ്പോൾ 150 + 45 എന്ന് പറയുമ്പോൾ ശരിക്കും 225 ഈ യൂണിറ്റിലായിരിക്കും. പക്ഷേ അപ്പോൾ 225 ആകുമ്പോൾ 150 കഴിഞ്ഞാൽ പിന്നെ മൈനസ് യൂണിറ്റിലേക്കാണ് പോണത്. ഇവിടെ നമുക്ക് മൈനസ് യൂണിറ്റിലേക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ടാബ് അമർത്തി കഴിഞ്ഞിട്ട് -225 വേണ്ടത്. 150 + 45 225. അപ്പോൾ -25. അതായത് 150 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൈനസ് ഇതിലേക്ക് പോകണം. മൈനസ് വ്യൂയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ടാബ് അമർത്തുക. ശേഷം -225. ഇനിയും ടാബ് അമർത്തുക. ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ലെങ്ത് നമുക്കറിയാം. ലെങ്ത് 500 ആണ്. 500 എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഡയമണ്ടിൻ്റെ ഒരു വശം കൂടി നമുക്ക് ആവശ്യം. ഇത് നോക്കാം. നമ്മൾ ഇവിടെ 150 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 270 വന്നിരിക്കുന്നത്. 270 വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ 270 + 45 ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടണമെങ്കിൽ, ഈ സ്ലോപ്പ് കിട്ടണമെങ്കിൽ ആവശ്യം. അപ്പോൾ 270 + 45 എന്ന് പറഞ്ഞാൽ 315. 315. ഇപ്പോഴും ഇത് മൈനസ് വ്യൂവിലേക്ക് പോകണം. കാരണം 150 കഴിഞ്ഞിട്ട് നമ്മൾ മൈനസ് ആണ്. അപ്പോൾ ടാബ് അമർത്തി കഴിഞ്ഞിട്ട് -315 പിന്നെയും ടാബ് അമർത്തുക. ഇനി എത്രയാണെന്ന് നമുക്കറിയാം. 500 യൂണിറ്റ് ആണ്. 500 എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം. എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മൾ ആ ഒരു ഡയമണ്ട് രൂപം വരച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റും റിലേറ്റീവ് കോർഡിനേറ്റും പോളാർ കോർഡിനേറ്റും നമുക്ക് വരച്ചു കഴിഞ്ഞു. ഇത് പോളാർ കോർഡിനേറ്റിനാണ് ഇതിനകത്ത് കൂടുതൽ. ഇവിടെ ആദ്യം മാത്രമേ അബ്സല്യൂട്ട് കോർഡിനേറ്റും പിന്നെ മുഴുവൻ പോളാർ കോർഡിനേറ്റിലാണ് അയച്ചത്. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റും റിലേറ്റീവ് കോർഡിനേറ്റും പോളാർ കോർഡിനേറ്റും വരച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ. ഇനി ഇത് എങ്ങനെ സേവ് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി പഠിക്കണം. സേവ് ചെയ്യുന്നതിന് ഈ എ എന്നുള്ള ഇതിനകത്ത് ഈ ടാബിൽ ഐക്കണിൽ ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഒന്നുകിൽ ഈ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നു. അവിടെ നമുക്ക് സേവ് ഇൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഏത് സ്ഥലത്താണ്, ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ സേവ് ഇൻ ഇവിടെ ഡോക്യുമെന്റ്സ് എന്നുള്ള ഇതിനാണ് വരുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫയൽ നെയിം എന്താണെന്ന് വെക്കണം. നമ്മുടെ ഇവിടെ നോക്കാം. ഓട്ടോഡെസ്ക് ഓൾറെഡി
ഒരു ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്. ആ ഫയൽ നോക്കുക. ഇത് എങ്ങനെ കൊടുക്കും? ഫസ്റ്റിലെ ഇങ്ങനെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഓട്ടോ കാർഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഡ്രോയിങ് 1 DWE എന്ന് പറയുന്നത് ഡിഫോൾട്ട് അത് കൊടുക്കുന്നതാണ്. അത് മാറ്റണം. അതിനു വേണ്ടി നമ്മളിവിടെ ഈ ഫയൽ നെയിം നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. നമുക്ക് ഏതെങ്കിലും ഫയൽ നെയിം മാറ്റാം. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞ് ഞാനിത് ക്യാൻസൽ ചെയ്യണം. ഇനി ഇങ്ങനെ നമുക്ക് എടുക്കാം. നോക്കാം, ഇവിടെ നമ്മുടെ ഈ ബാറിലുണ്ടല്ലോ, ഈ ബാറിൽ നമുക്ക് വെക്കാം. ക്വിക്ക് ആക്ഷൻ ബാറില്ലേ, അതിനകത്ത് നോക്കുമ്പോൾ ക്വിക്ക് ആക്സസ് ബാറിൽ നോക്കുമ്പോൾ ഇത് വെക്കാം. ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്. ഈ സേവ് ആസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സേവ് ചെയ്ത് മറ്റൊരു പേരിൽ മറ്റൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അതിൽ വ്യത്യാസപ്പെടുത്തി നമുക്ക് വേറെ സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വരച്ചത് വ്യത്യാസപ്പെടുത്തിയിട്ട് വേറെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സേവ് ഇങ്ങനെയും എടുക്കാം സേവ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു രീതി തന്നെ, അതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+S ആണത്. Ctrl പ്രസ് ചെയ്യാം, S പ്രസ് ചെയ്യാം. അപ്പോഴും ഇത് തന്നെ ഈ സേവ് ഡ്രോയിങ് ആസ് എന്നുള്ള ഈ ഡയലോഗ് ബോക്സ് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സേവ് എടുക്കുക. ശേഷം ഡോക്യുമെന്റ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സിൽ വേണം സേവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പ് എടുക്കുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ഇൻ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലായി. ഇനി നോക്കാം ഫയൽ നെയിം. നമുക്ക് ഈ ഫയൽ നെയിം മാറ്റണം. ഞാൻ ഇനിയിപ്പോൾ അതിന് ഞാൻ അബ്സല്യൂട്ട് എന്നല്ല, കോർഡിനേറ്റ് സിസ്റ്റം എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. കോർഡിനേറ്റ് എന്താണെന്ന് അറിയാനായിട്ട് വേണ്ടിയാണത്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് എത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ചെയ്യാണ്. ഫയൽ നെയിം ഇതാണ്. എൻ്റെ ഓട്ടോകാർഡിൻ്റെ ഇതാണ് കാണുന്നത്. ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോകാർഡ്. നമുക്ക് അതൊന്നും ചെയ്യാനില്ല, ഓട്ടോകാർഡ് ടൈപ്പ് ആയിരിക്കണം. പിന്നെ സേവ് അടിക്കുക. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളുടെ ഈ ഭാഗത്ത് നോക്കിയാൽ കാണണം ഓട്ടോഡെസ്ക് നേരത്തെ ചെയ്യുന്നതല്ല. ഇവിടെ സി യൂസേജ് സുരേഷ് എന്ന് പറഞ്ഞൊരു ഡെസ്ക്ടോപ്പ് കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞ് കാണുന്നത്. ഡെസ്ക്ടോപ്പിലാണ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും നമുക്ക്. അപ്പം ഇങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.